രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതായത് ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ സെഷൻസ് കോടതി ഈ മാസം 28 ജനുവരി 28 മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പുറത്തു വരുന്ന ഒരു കാര്യം അതിജീവിത, അതായത് മൂന്നാമത്തെ അതിജീവിതയുടെ ഒരു ശബ്ദ സന്ദേശം മുഖ്യ തെളിവായി രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജാമ്യം അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. ഏറ്റവും നല്ല കൗതുകരമായ കാര്യം, രാഹുൽ ഫാൻസ് ഇപ്പോൾ ഭയങ്കര ആഘോഷത്തിലാണ്. കാരണം രാഹുൽ ഫാൻസ് പ്രത്യേകിച്ച് അതിജീവിതക്കെതിരായ ഈ ശബ്ദ സന്ദേശം ലഭിച്ചതോടുകൂടി രാഹുൽ ഫാൻസ് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മാസം 28-ന്, അതായത് ഇനി ചൊവ്വാഴ്ച ബുധനാഴ്ച ജാമ്യം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. ഈ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ പരിപൂർണമായിട്ടും കോടതിയിൽ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പം വിധി പറയുന്നത് 28-ാം തീയതിയാണ്. ഇതില് സുപ്രധാനമായിട്ടുള്ള ജനുവരി 11-നാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. അതെ അതെ, അറസ്റ്റ് ചെയ്യുന്നത് അന്നാണ്. അപ്പോ ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു അല്ലെ? 24 കഴിഞ്ഞു ജയിലിൽ കഴിയുന്നത് രാഹുൽ. അപ്പൊ ഇതിലിപ്പോ ഈ ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, അതായത് കൺസെന്റോട് കൂടിയിട്ടാണ് തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതെ, ആ ഒരു ഞെട്ടിപ്പിക്കുന്ന ശബ്ദ വോയിസ് ക്ലിപ്പ് കോടതിക്ക് മുമ്പാകെ ഈ ശാസ്തമംഗലം രാഹുലിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരിക്കുന്നു. ആ ഒരു കാരണത്താൽ 28-ാം തീയതി സുഖമായിട്ട് വളരെ പുഷ്പം പോലെ രാഹുൽ ഇറങ്ങി വരും എന്നാണ് ഇപ്പം നമുക്ക് പല സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഫാൻസ് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നത്. ഒന്ന് നോക്കൂ, ഇതിൽ നമുക്കിവിടെ രാഹുൽ ഫാൻസിന് എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയാണ് ഒരു MLAക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ. അതായത് ആദ്യ അതിജീവിതയിലെ പരാതിയിൽ രാഹുലിന് ജാമ്യം കിട്ടാനുണ്ടായ കാരണമായിട്ട് സെഷൻസ് കോടതി പറഞ്ഞത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധമായിരുന്നു, അതുപോലെ വിവാഹിതയായിരുന്നു. രണ്ടാമത്തെ അതിജീവിതയിലെ രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥ എന്നായിരുന്നു പറഞ്ഞോളൂ. അതെ, രണ്ടാമത്തത് അങ്ങനെയാണ് പറഞ്ഞത്. മൂന്നാമത്തത് ഇപ്പൊ ഇനി ഒരുപക്ഷെ കൺസെന്റോട് കൂടിയിട്ടാണ്. അതായത് ഈ ക്ലബ് 7 ഹോട്ടലിൽ അവിടെ എത്തുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ഒരുപാട് ചാറ്റ് സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരു ഓഡിയോ സന്ദേശമുണ്ട്. അപ്പൊ അതിൽ ഈ അതിജീവിത കൃത്യമായിട്ട് ഇയാൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവരും താല്പര്യപ്പെട്ടിട്ടാണ് ആ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ ആ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത് ആണ് ഈ വോയിസിൽ ഉള്ളതെങ്കിൽ സുഖമായിട്ട് രാഹുലിന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതിജീവിത ഇത്രയും നാള് ന്യായീകരിച്ച ആളുകളൊക്കെ തേഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കും എത്തും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഒരു MLAക്ക് ഇങ്ങനെ ആവാൻ പറ്റുന്നത് എന്നതൊരു അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്ന്, പെരുമാറ്റം കാണിക്കുന്നതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇപ്പൊ ഇവിടെ രാഹുലിനെ അനുകൂലിക്കുന്ന, രാഹുൽ ഇറങ്ങി വരണം, ആ പെണ്ണല്ലേ കുറ്റക്കാരി, ആ പെണ്ണ് കോട്ടയം ജില്ലക്കാരിയായിട്ടുള്ള കാനഡയിൽ താമസിക്കുന്ന ഭർത്താവുള്ള ഒരു യുവതി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇറങ്ങി വരിക, ഇവക്ക് നാണമില്ലേ എന്ന് അടക്കം സ്ത്രീകളടക്കം ചോദിക്കുന്നുണ്ട്. ഈ രാഹുലിനെ അനുകൂലിക്കുന്ന ഇതേ സ്ത്രീകൾ, ഈ സ്ത്രീക്ക് ഒരു പെണ്ണുണ്ടെന്ന് വിചാരിക്കുക, ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ പെൺകുട്ടിയെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ രീതിയിൽ ബലാത്സംഗം ചെയ്തതെന്ന് വിചാരിക്കുക. ഈ സ്ത്രീ അനുകൂലിക്കുമോ രാഹുലിനെ? ആരുടെ കൂടെ അവർ നിൽക്കും? ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമോ, അവരുടെ സ്വന്തം മകളുടെ കൂടെ നിൽക്കുമോ, അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുമോ? അല്ല, എനിക്ക് ചോദിക്കാനുണ്ടത്. ഈ അനുകൂലിക്കുന്ന, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അനുകൂലിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകളുണ്ട്, കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുന്നേ. പക്ഷെ പല ആൾക്കാരും ഉണ്ട്. ഇവരുടെ ഈ സ്ത്രീക്ക് ഒരു മകളുണ്ട്. ആ മകളിനെയാണ് ഇതേ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടു അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചെന്ന് വിചാരിക്കുക. ആരുടെ കൂടെ ഇവർ നിൽക്കും? രാഹുലിന്റെ കൂടെ നിൽക്കുമോ, ആ മകളുടെ കൂടെ നിൽക്കുമോ? ആരുടെ കൂടെ നിൽക്കുക? ഇവിടെ രാഹുൽ ചെയ്തൊരു നെറികേട് എന്ന് പറയുന്നത്, ഇയാള് വിവാഹ വാഗ്ദാനം നൽകി തൻ്റെ കൂടെ താമസിപ്പിക്കാം, കുട്ടിയെ ഉണ്ടാക്കിത്തരാം എന്ന വാഗ്ദാനം നൽകി ഇവരെല്ലാം ലൈംഗികപരമായി ചൂഷണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു MLAക്ക് അവിടാണ് ഇവിടുത്തെ പ്രശ്നം, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതാണ്. ഒരാൾക്ക് എങ്ങനെ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി സാധിക്കും? പക്ഷെ എന്താണെന്നറിയോ, ഇപ്പൊ ഇന്ന് ഞാൻ പത്രത്തിൽ ഇന്ന് ഓൺലൈനിൽ വായിച്ചാണ്. അതായത് രാഹുൽ പുറത്തിറങ്ങിയാല്
ഈ അതിജീവിതമാർക്കും അങ്ങനെ മറ്റു രാഹുലിന് ഇരയാക്കപ്പെട്ട മറ്റു ഇതിപ്പം 3 പേര് മാത്രമാണ് പുറത്തു വന്നത്. ഇനിയും രാഹുലിനെതിരെ പലരും ഉണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പലരും പുറത്ത് പോക്സോ കേസടക്കം പുറത്തു വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിൽ ഇരയായ ആൾക്കാരെ ഭീഷണിപ്പെടുത്താനും അവർക്ക് നേരെ പകപോക്കൽ നടപടികളിലേക്ക് രാഹുൽ തിരിയാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇന്ന് പ്രോസിക്യൂഷൻ. ഇപ്പം രാഹുലിന്റെ ചാറ്റ് സംഭാഷണം തന്നെ പുറത്തു വന്നതല്ലേ അതിജീവിതയോട് പറയുന്നത്, ഞാൻ അടിച്ചാൽ നീ താങ്ങത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ തെറിയും പറയുന്നുണ്ട്. ആ തെറി പല ചാനലുകളും മ്യൂട്ട് ചെയ്താണ് കാണിച്ചത്. ഞാൻ അടിച്ചാൽ നീ താങ്ങത്തില്ല. അപ്പം രാഹുൽ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന രീതിയിലൊക്കെ പറയുന്നത്. അതിനെ ലിറ്ററലി സെൻസിലൊന്നും എടുക്കണ്ട, അതൊരു തമാശ പറയുന്നല്ലോ. ജനപ്രതിനിധി പറയുന്നത് രാഹുൽ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പണിത ആളുകൾക്ക് അയാൾ കൃത്യമായിട്ടുള്ള പണി തിരിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. രാഹുൽ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല അതിജീവിതമാരും അവർ ഫേക്ക് ആണെങ്കിൽ 8ന്റെ പണി രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് കൊടുക്കും രാഹുലിന്. കാരണം ഇത്രയും നാള് ഒരു ഉയർച്ചയുടെ ഏറ്റവും മുകളിൽ നിന്നൊരാളെ ചട്ടപ്പട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് താഴത്തിറക്കി ഇവർ എല്ലാവരും കൂടിയിട്ട്. അതിന് മുൻകൈ എടുത്തത് ആരാണ്? തീർച്ചയായിട്ടും അത് ഇവിടുത്തെ CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. അപ്പൊ അതിന്റെ ചുക്കാൻ പിടിച്ചത് എല്ലാവരും പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കലി ഗെയിമും കൂടിയാണ്. കാരണം നിയമസഭാ ഇലക്ഷന് കേവലം 2-3 മാസം താഴെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആദ്യ 2 അതിജീവിതയുടെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റൊന്നും ചെയ്തില്ല. രാഹുൽ ഒളിവിലായിരുന്നു. 2 ആഴ്ചയധികം ആദ്യം കോയമ്പത്തൂരാണെന്ന് പറഞ്ഞു, ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു, മൈസൂരാണെന്ന് പറഞ്ഞാണ് ഒളിവിലായിരുന്നു. കേരള പോലീസിനെ പിടിക്കാൻ പറ്റില്ല. അത് കേരള പോലീസിന്റെ പിടിപ്പേടാണെന്ന് വേറെ കാര്യം. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളും നല്ല കുശാഗ്ര ബുദ്ധിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് കേരള പോലീസാണെന്നാണ് കണക്കുകളും സ്ഥിതി വിവര റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വിവരങ്ങളനുസരിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു, കാരണം ഇലക്ഷൻ അടുത്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ട്, ഇപ്പോൾ ഭരണപക്ഷത്താണെങ്കിൽ മുകേഷ് ഉണ്ട്, അതുപോലെ PK ശശി, അതുപോലെ മുമ്പ് വേറെ അങ്ങനെ പലരും ഉണ്ടല്ലോ. CPM-ന്റെ ഭാഗത്തുനിന്നും സമാനമായ ലൈംഗിക ആരോപണങ്ങൾ നേട്ട ആൾക്കാർ പലരും ഉണ്ട്. ഇപ്പോൾ മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുകയാണ്. അപ്പോൾ ഒരു CPM-ന്റെ തന്നെ ഒരു നേതാവ് പറഞ്ഞത് മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ ലൈംഗിക ആരോപണമാണ്, രാഹുലിൻ്റെത് തീവ്രത കൂടിയതാണ്. ഏത് മെഷീൻ വെച്ചാണ് തീവ്രത അളന്നെന്ന് എനിക്ക് ഇതിപ്പം രാഹുലിനെ ഇവിടെ ന്യായീകരിക്കാൻ ഞാനില്ല. ഞാൻ ഓൾറെഡി പറയാം, മറ്റുള്ളവർ താങ്കൾ എന്തെങ്കിലും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും രാഹുലിനെ ന്യായീകരിക്കാനില്ല. ഇവിടെ കോൺഗ്രസ് എടുത്തൊരു തീരുമാനമുണ്ട്, പ്രത്യേകിച്ചും VD സതീശൻ എടുത്തൊരു തീരുമാനമുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പം വല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നത്. പുള്ളി എടുത്ത കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, വളരെ കൃത്യമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയ നിലപാട്. രമേശ് ചെന്നിത്തല മിണ്ടാൻ പോലും നിന്നില്ല, മിണ്ടിയിട്ടില്ല ഇപ്പൊ പണി കിട്ടിയാൽ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രീതിയിലുള്ള സ്റ്റാൻഡാണ് മുതിർന്ന നേതാവ് കൂടിയായ മുമ്പത്തെ KPCC പ്രസിഡന്റ് K സുധാകരൻ പോലും എടുത്തത്. അല്ല, രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന പല ഇപ്പം കേസ് VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഒന്നും എടുത്തില്ല. പക്ഷെ ആ ഒരു മാന്യത പോലും ഇവിടുത്തെ പല കോൺഗ്രസ് അണികളും പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിലെ ആരും എടുക്കുന്നില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ ഇയാൾ ഇരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. അത് മാത്രമല്ല ഗൗതം ചിലവർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഗൗതം പറഞ്ഞത് 100% ഞാനിത് പറയാൻ കാരണം നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ടായിട്ട് ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള പത്മകുമാറിനെതിരെ നടപടിയെടുത്തിട്ടില്ല. പാർട്ടി പുറത്താക്കുകയോ അച്ചടക്ക നടപടിയോ ഒന്നും എടുത്തിട്ടില്ല. അയാൾ ആരോപണം മാത്രമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. വാസു 2 മാസത്തിലധികമായി അവർ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലാണ്. 2 മാസത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ട് ഇവര് നാണുമില്ലാണ്ട് ചോദിക്കുകയാണ് പത്മകുമാറിനെ പുറത്താക്കിയോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നേ. അയാൾ MLA ആയിരിക്കാൻ ഇത്തരത്തിലുള്ള യോഗ്യനല്ല. അയാൾ ഇനിയും ഇതേപോലെ ആളുകളെ സ്ത്രീകളെ കബളിപ്പിച്ചിട്ട് അയാളെ വരുതിയിലാക്കിയിട്ട് ലൈംഗികപരമായി ചൂഷണം ചെയ്ത് സാമ്പത്തികപരമായി ചൂഷണം ചെയ്ത് അവരെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഇതിനെ അനുകൂലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അനുകൂലിക്കുന്ന ഒരു സ്ത്രീ രാഹുലിനെ അതാണ് ഞാൻ പറഞ്ഞത്, രാഹുലിനെ അനുകൂലിക്കുന്ന സ്ത്രീകൾ അതേപോലെ തന്നെ മുതിർന്നതായിട്ടുള്ള പല ആളുകളുണ്ട്. ഇവർക്ക് ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക. ആ മകളാണ് ഈ കുടുക്കിൽ പെട്ടതെന്ന് വിചാരിക്കുക. ഇവരാരെ കൂടെ നിൽക്കും? ഇവര്
എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുവോ, ആ മകളുടെ കൂടെ നിൽക്കുവോ? ആരുടെ നിൽക്കുക? മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിൽക്കുവോ? അല്ല, അവനവന് പൊള്ളുമ്പോഴാണുള്ള വേദന ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൽ പറയാനുള്ളത്. ഇയാൾ കാണിച്ചത് ഒരു ചെറ്റത്തരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ നിൽക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അല്ല, ഇവിടെ ഗൗതം പറഞ്ഞ പോലെ ഇനി ശബ്ദ സന്ദേശത്തിൽ എന്താണ് അപ്പൊ ഇനിയെന്താ രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അവന്തികയെ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവന്തികയോട് ഹൈദരാബാദിൽ എനിക്ക് പോകണം, നമുക്ക് ഒരുമിച്ച് ഹൈദരാബാദിൽ പോവാം, ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം, എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യുന്നത് പോലെ എനിക്ക് നീയുമായിട്ട് സെക്സ് ചെയ്യണം, ലൈംഗികപരമായിട്ട് ഏർപ്പെടണം എന്നാണ്. അപ്പം അയാളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞത് അവന്തിക പറഞ്ഞത് സത്യമാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. ഇതേ കാര്യം ഒരുപക്ഷെ ആരോട് പറഞ്ഞിട്ടുണ്ടാവും? ഈ മൂന്നാമത്തെ അതിജീവിതയോട് രാഹുൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമുക്ക് ക്ലബ് 7 ഹോട്ടലിൽ ഇതേ രീതിയിൽ റൂം എടുക്കാം, എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാകുമോ, ചെയ്യാം എന്ന് രാഹുൽ ഒരു പക്ഷെ പറഞ്ഞെന്ന് വിചാരിക്കുക, അവന്തികയോട് പറഞ്ഞ പോലെ. ഈ സ്ത്രീ, ഈ മൂന്നാമത്തെ അതിജീവിത, ശരി രാഹുലേട്ടാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നാണ് ആ വോയിസ് ഈ അവരുടെ ഇപ്പം കോടതിയിൽ ഹാജരാക്കി ഈ സാധനം ഉണ്ടല്ലോ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ബലാത്സംഗമായിട്ട് കാണാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ആ വോയിസ് എന്താണ് എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിപ്പം നമുക്ക് മനസ്സിലാവുന്ന ഇതനുസരിച്ചിട്ട് വളരെ ഉഭയസമ്മതത പ്രകാരമാണ് ഇവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന് വളരെ കൃത്യമായിട്ട് രാഹുലിന്റെ അഭിഭാഷകന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 28-ാം തീയതി നിർണായക ദിവസമാണ്. രാഹുൽ പ്രോസിക്യൂഷൻ വാദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം ഈ അതിജീവിതമാർക്കെതിരെ പകപോക്ക നടപടിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോക്സോ കേസിന് വരാനുണ്ട്, പോക്സോ കേസിലൊക്കെ എന്തോ. ഒന്നാമത്തെ കാര്യം, അധികാരമുള്ളവൻ, പണമുള്ളവൻ, കരുത്തുള്ളവൻ, ഇവരുടെയൊക്കെ കൂടെ ജനം നിൽക്കുന്നു. അതുകൊണ്ട് ജനം നിൽക്കുന്നത് ഇത്തരത്തിൽ പണമുള്ള, കയ്യൂക്കുള്ള, നെറുകേട് ചെയ്തു കഴിഞ്ഞാലും അവരോടൊപ്പം ജനം നിൽക്കും. അതാണ് നമുക്ക് പച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് രാഹുലിനെ ന്യായീകരിക്കുന്ന ചില അണികളിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ധാർമ്മികപരമായിട്ട് രാഹുൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ചെയ്തത് തനി ചെറ്റത്തരമാണ്. പക്ഷെ നിയമത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് ഇത്തരത്തിലുള്ള രേഖകളും തെളിവുകളും ഉണ്ടെങ്കിൽ കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താനും സാധിക്കും.